ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ കുറുമ ഉണ്ടാക്കാം എന്ന് നോക്കാം. കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. പുഴു ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കേണ്ട. അല്ല, നല്ലതാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കത് കരി വയ്ക്കാം. 2 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കിടക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞു. ഈ കോളിഫ്ലവർ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കരി വയ്ക്കാം. കോളിഫ്ലവർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തിയരിയുക. ക്യാപ്സിക്കം ചെറുതായിട്ട് ഒരു പകുതി ക്യാപ്സിക്കം മതി, ചെറുതായിട്ട് കൊത്തിയരിയുക. പകുതി ടൊമാറ്റോ എടുക്കുക. ഒരു 10 ചെറിയ ഉള്ളി ചതച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് എടുക്കുക. പിന്നെ പെരിഞ്ജീരകം കൂടെ എടുക്കുക. 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ വേണം. ഇതാണ് ആവശ്യമുള്ളത്. ആദ്യം പാൻ അടുപ്പിൽ വയ്ക്കുക. 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ചൂടായതിനു ശേഷം ഉള്ളി ഇടുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് നമുക്ക് പെരിഞ്ജീരകം ഇടാം. അതിൻ്റെ കൂടെ ഒരു ബേ ലീവ്സ് കൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നമുക്ക് പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ടൊമാറ്റോയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് നമുക്ക് വഴറ്റാം. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. വെന്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർക്കാം. നന്നായിട്ട് വെന്ത് ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. ശകലം ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട്. നന്നായിട്ട് വെന്ത് വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണേ. നന്നായിട്ട് വെന്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഗ്രേവിയെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണം. വളരെ ഇൻഗ്രീഡിയൻസേ ഞാൻ എല്ലാം ചേർത്തിട്ടുള്ളൂ. ഇതുപോലെ ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് ഒന്നും ചേർക്കണ്ട. എണ്ണയും മസാലയും ഒക്കെ കുറച്ച് എത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നു അത്രത്തോളം നല്ലതാണ്. കണ്ടോ, നമ്മുടെ കോളിഫ്ലവർ കറി റെഡിയായി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ, 2 സ്പൂൺ എണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളും എത്രത്തോളം എണ്ണ കുറച്ച് ഉപയോഗിക്കാവോ അത്രത്തോളം കുറച്ച് വേണം കുക്ക് ചെയ്യാൻ. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി നന്നായിട്ട് റെഡിയായി. ഇനി നിങ്ങൾക്ക് ഈ കറി കുറച്ചുകൂടെ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് കട്ടിയായിട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഒരു ടിപ്സ് ഉണ്ട്. നമ്മുടെ പൊട്ടുകടലയില്ലേ, അതങ്ങ് പൊടിക്കുക. പൊടിച്ചിട്ട് അതിലൊരു 1 സ്പൂൺ എടുക്കുക. വെള്ളവും ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് ആ പൊട്ടുകടല പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഏത് കറി വെച്ചാലും കട്ടി നല്ല കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങ് ചേർത്താൽ മതി. ഇറച്ചിക്കറി, അതുപോലെ തന്നെ ഇതുപോലെ കുറുമ, ഉരുളക്കിഴങ്ങ് കുറുമ, വെജിറ്റബിൾ കുറുമ, കോളിഫ്ലവർ കുറുമ, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ചേർക്കാം. മീൻകറിയിൽ മാത്രം ചേർക്കരുത് കേട്ടോ. സാമ്പാറിലൊക്കെ ചേർക്കാം, മീൻകറിയിൽ മാത്രം ചേർക്കരുത്. ടേസ്റ്റ് മാറിപ്പോകും. അത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഇറക്കൂല, കറിയെല്ലാം വച്ച് ഇറക്കുമ്പോൾ മാത്രമേ അത് ചേർക്കാവൂ. എന്നിട്ട് അത് ഒരു തിളച്ചതിന് ശേഷം ഉടനെ ഇറക്കി വെക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുകയും ചെയ്യും. ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇത്രയും മതി. ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ.
ഒരുപാട് അംഗസംഖ്യകൾ ഉണ്ടെങ്കിൽ ഒരുപാട് കറി വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കണ്ടോ, നമ്മുടെ കോളിഫ്ലവർ ക്യാപ്സിക്കം കുറുമ റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.